അല്ല, ആർക്കാണോ കേരളത്തിലെ ഒരു BJPക്ക് സീറ്റ് ഉണ്ടാക്കി കൊടുക്കേണ്ടത്, സാഹചര്യവശാൽ നിർബന്ധിത സാഹചര്യത്തിൽ ആർക്കാണോ ഒരു സീറ്റ് ഉണ്ടാക്കി കൊടുക്കേണ്ടത്, ആ വ്യക്തി നിർദ്ദേശം കൊടുത്തിട്ടുണ്ടാവും. അതാരാ നിങ്ങൾ അന്വേഷിച്ചോ? അല്ല, അതെനിക്കറിയില്ല. മുഖ്യമന്ത്രി പറഞ്ഞില്ല, നിങ്ങൾ അന്വേഷിച്ചോ. അത് ഇതിന്റെ പിന്നിൽ അൻവറാണോ എന്ന് നിങ്ങൾ ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞു? നിങ്ങൾ അന്വേഷിച്ചോ എന്ന് പറഞ്ഞതുപോലെ ആർക്കാണോ ഇവിടെ BJPക്ക് ഒരു സീറ്റ് ഉണ്ടാക്കി കൊടുത്ത് അതിന്റെ സൗകര്യം പറ്റാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ആരാണ്, ആ ആളെ കുറിച്ച് നിങ്ങൾ അന്വേഷിച്ചോ. മുഖ്യമന്ത്രി എന്നോട് ചോദിക്കണ്ട, അത് നിങ്ങൾ അന്വേഷിച്ചോ, ഞാൻ പറയണ്ടല്ലോ. ഇവിടെ BJPക്ക് ആർക്കാണോ ഒരു സീറ്റ് ഉണ്ടാക്കി കൊടുത്ത് അതിലൂടെ കേന്ദ്ര നേതൃത്വവുമായി ചില അഡ്ജസ്റ്റ്മെന്റുകൾ നടത്താൻ ആർക്കാണോ ആവശ്യം, ആ വ്യക്തി നിർദ്ദേശം കൊടുത്തിട്ടുണ്ടാവും. ആർക്ക്? ADGPക്ക്. ആ വ്യക്തി ആരാ എനിക്കറിയില്ല. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ആർക്കാണോ ഇവിടെ BJPക്ക് ഒരു സീറ്റ് ഉണ്ടാക്കി കൊടുക്കേണ്ടത്, ആ എന്തിനു വേണ്ടിയിട്ടാണോ BJPയെ കൂട് പിടിക്കേണ്ടത്, ആ വ്യക്തികൾ നിർദ്ദേശം കൊടുത്തിട്ടുണ്ടാവും ADGPക്ക്. ഇതിൽ BJPയെ കുറ്റം പറയാൻ പറ്റില്ല. BJP നല്ല ഫൈൻ പ്ലേ അല്ല കളിച്ചത്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അതാണ്. ആ തെരഞ്ഞെടുപ്പ് ജയിക്കാനുള്ള തന്ത്രം അവർ പ്രയോഗിച്ചു, അവരെ വിജയിച്ചു. അതിന് അവരെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ. പക്ഷെ അതിന് സൗകര്യമൊരുക്കി കൊടുത്തവര് ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഈ പറഞ്ഞ ആയിരക്കണക്കിന്. ഇപ്പൊ ഞാൻ ഇന്ന് അങ്ങോട്ട് വരുമ്പോൾ എനിക്കൊരു മെസ്സേജാണ്, ദയവായി നിങ്ങൾ കേൾക്കുക. എന്താ അറിയോ? കണ്ണൂരിലൊരു ഒരു സഖാവിന്റെ മെസ്സേജ് വോയിസാ. അപ്പൊ ഇങ്ങനെ നിരന്തരം വിളിക്കട്ടെ, ഞാൻ എടുത്തിട്ടില്ല കാറിൽ വരുമ്പോൾ. അപ്പൊ ആ സഖാവിന്റെ മെസ്സേജ് എന്താ വെച്ചാൽ, സഖാവ് നിങ്ങൾ എന്തായാലും പത്രസമ്മേളനം നടത്താൻ പോവാണ്, ഞങ്ങൾക്കൊക്കെ ഒരുപാട് സങ്കടമുണ്ട്. ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രിയപ്പെട്ട നേതാവായിരുന്നു കോടിയേരി സഖാവ്. ആ മനുഷ്യന്റെ മരണം നടന്നിട്ട് തിരുവനന്തപുരത്ത് AKG സെന്ററിൽ ആ ബോഡി ഒന്ന് കൊണ്ടുപോയി വെച്ചിട്ടില്ല. കേരളത്തിലെ ഉടനീളമുള്ള സഖാക്കൾ അതിനുവേണ്ടി കാത്തിരുന്നാണ്. ഒരു നേരത്തെ യാത്രയപ്പിന് ആ സഖാവിനൊന്ന് കൈ ഉയർത്തി ഇൻകിലാബ് വിളിക്കാൻ വേണ്ടി കാത്തുന്ന ലക്ഷക്കണക്കിന് സഖാക്കൾ ഈ തിരുവനന്തപുരം തൊട്ട് കണ്ണൂർ വരേണ്ടായിരുന്നു MLA. എന്നിട്ട് ഞങ്ങൾക്ക് ആർക്കും ഇത് കാണിച്ചു തന്നില്ല. അതിനൊരു സാഹചര്യം ഒരുക്കില്ല. ചെന്നൈയിൽ നിന്ന് നേരെ കണ്ണൂർ എയർപോർട്ടിൽ കൊണ്ടാക്കി പിറ്റേ ദിവസം ശവഹദാഹം നടക്കി പിരിച്ചിട്ടു. എന്നിട്ട് അദ്ദേഹം പറയാണ്, അത് അന്ന് വൈകുന്നേരം മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും യൂറോപ്പിലേക്ക് പോകണം, അതിനുവേണ്ടി അദ്ദേഹം ചെയ്തതാണ്. അത്രമാത്രം ഞങ്ങളെ സഖാക്കളോട് ഞങ്ങളെ വേദനിപ്പിച്ചൊരു സംഗതിയാണ്. അതുകൊണ്ട് സഖാവിനാണ് എന്റെ പിന്തുണ. മെസ്സേജാണ്. ആ കോടിയേരി സഖാവ് ആരായിരുന്നു? കോടിയേരി സഖാവ് ഉണ്ടെങ്കിൽ ഇന്ന് ഈ അവസ്ഥയിൽ ഞാൻ ഈ മൈക്കും വെച്ചിരിക്കേണ്ടി വരുമോ? എനിക്കൊന്നുമില്ല, ഒരിക്കലും വരില്ല. വിഷയങ്ങളിൽ വ്യക്തമായി ഇടപെടുകയും അതിന് പരിഹാരം ഉണ്ടാക്കുകയും ഏതൊരു പാവപ്പെട്ട സഖാവാണ് പറയുന്നെങ്കിലും അതിന് പരിഗണന കൊടുക്കരുത്. ഇങ്ങനെ എന്താ മോനെ അങ്ങനെ ഒരു സ്നേഹത്തോടു കൂടിയുള്ള പെരുമാറ്റം കേരളം മുഴുവൻ ഇഷ്ടപ്പെട്ടിരുന്നല്ലോ, ഇല്ലേ? ഞാൻ പറഞ്ഞ എൻ്റെ വാപ്പ അങ്ങനെയായിരുന്നു, ഒരു ബലം പിടിച്ച മനുഷ്യനായിരുന്നു. പക്ഷെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബലം പിടിച്ച എല്ലാത്തിലും ഉണ്ട്. അത് മക്കളായിട്ടും കാര്യമില്ല, ഇനി ഉമ്മയായിട്ടും കാര്യമില്ല. അപ്പം അങ്ങനെ ആവുമ്പോൾ എല്ലാത്തിലും അങ്ങനെ ആവണം. മക്കൾക്ക് വേറൊന്നും മരുമക്കൾക്ക് വേറൊന്നും ഇല്ല. എല്ലാ മനുഷ്യരോടും ഒരു നീതിയായിരുന്നു എൻ്റെ ഉപ്പാക്ക്. ആ ഉപ്പയാണെന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നത്. ഇപ്പൊ എന്താ സ്ഥിതി? താങ്കൾ പറഞ്ഞത് മുഖ്യമന്ത്രിയെ തള്ളി പറയുന്നില്ല, അത് ആരും വിചാരിക്കേണ്ടതാണ്. ഇപ്പൊ താങ്കൾ തള്ളി പറയാൻ മാത്രമല്ല കടന്ന് ആക്രമിച്ചിരിക്കുകയാണ്. എന്താണ് ഇപ്പോൾ ഉണ്ടായ ഒരു മനംമാറ്റത്തിന് കാരണം? എന്നെ വഞ്ചിച്ചു എന്ന് മനസ്സിലാക്കിയതല്ലോ. കൊടും ചതി എന്നോട് നടത്തിയെന്നില്ലേ? എന്നെ ഈ പറഞ്ഞതുപോലെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് കാര്യങ്ങളാക്കി പോലീസിനെ മാറ്റി തരുന്നു, അത് തരുന്നു, ഇത് തരുന്നു. ഞാൻ ഉന്നയിച്ച വിഷയങ്ങളിലേക്കല്ല അവിടുന്ന് എൻ്റെ ശ്രദ്ധ തിരിച്ചിട്ട് കൊടും വഞ്ചന എന്നോടല്ല ചെയ്യുന്നത്. ഞാൻ ഈ നാട്ടിലെ സമൂഹത്തിലെ പാവപ്പെട്ട സഖാക്കൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ ശബ്ദം ഉയർത്തിയത്. ആ ശബ്ദത്തെ മൂപ്പർ വേറെ വഴിക്ക് എന്നെ ആശ്വസിപ്പിച്ചും എന്നെ സന്തോഷിപ്പിച്ചും എന്നെ നേതാവാക്കിയിട്ടും അങ്ങോട്ട് ബൈപ്പാസ് ചെയ്യാന്ന് വിചാരിച്ചത് നടന്നില്ല. അപ്പൊ പിന്നെ എന്നെ കള്ളനാക്കണം, എന്നെ ഭീഷണിപ്പെടുത്തണം, പേടിപ്പിക്കണം. എന്നിട്ടും ഞാൻ വിട്ടു. ഇന്നലെ തൃശ്ശൂരിൽ എന്താ പ്രസംഗിച്ച മിനിയാന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. ഈ നിങ്ങൾ ചിലരെയെല്ലാം അങ്ങ് പൊക്കിപ്പിടിച്ച് നടന്നിരുന്നല്ലോ. എവിടെ അവരൊക്കെ? അതൊക്കെ കാലം കടന്നു പോകുമ്പോൾ അവർ കടന്നു പോകും. അനാവശ്യമായ ഇടപെടലുകളിൽ ഗവൺമെന്റിന്റെ വഴിക്ക് പോകും കേട്ടാ. എന്താ ഗവൺമെന്റ്? TV അൻവറെ പിടിച്ച് ഉള്ളിലാക്കുന്നു, മനസ്സിലായോ? അതാണ് ഗവൺമെന്റ് വഴിക്ക് പോകുന്നുണ്ട്. ഒന്ന് പിടിക്കട്ടെ നമുക്ക് നോക്കാം. അതിന് തയ്യാറായിട്ടാണ് ഞാൻ നിൽക്കുന്നത്. ഇപ്പൊ വന്നല്ലോ, പോലീസ് എടുക്കേണ്ട പണി PV അൻവറെ കൊണ്ട് എടുപ്പിക്കുകയാണ്. മുഖം തിരിഞ്ഞിരുന്ന്
സ്വർണം കടത്തുന്ന പ്രതികളെ മഹത്വവൽക്കരിക്കുന്നു. അല്ലേ? നല്ല മുഖം തിരിഞ്ഞെങ്ങനെ ധരിക്കണം? ഹൈക്കോടതി ജഡ്ജിയെ കൊണ്ട് അന്വേഷിക്കാൻ തയ്യാറുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. 188 കേസ് എവിടൊക്കെ ഈ ബോംബെത്തുന്ന അറിയുന്നത്? ഞാൻ ബാക്കിൽ നോക്കും, സംഘം മുന്നിൽ നടക്കും, ഞാൻ ബാക്കിൽ നോക്കും. ഏത് ഞാൻ കേരളത്തിലല്ലേ, മലയാളത്തിലല്ലേ ഇതുവരെ പറഞ്ഞത് അല്ലേ? ഇനിയിപ്പം പറഞ്ഞു നിങ്ങൾ കണക്കൂട്ടു, നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തൂ എന്നൊക്കെ പറഞ്ഞു. ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല. മലപ്പുറത്തെ നേതാക്കന്മാർ പച്ച സാധുക്കളാണ്. നമ്മൾ അറബിയിൽ പറയുന്നു വൈഫ് എന്ന്, ശ്രീനിധര. അവർക്ക് ഇതിൽ സഖാക്കളെ പറയല്ല, അത്ര അധികാരം അവർക്ക് കൊടുത്തിട്ടുള്ളൂ, അത്ര ശേഷിയെ കൊടുത്തിട്ടുള്ളൂ. ആ കിട്ടിയ ചെറിയ അധികാരം വെച്ച് മലപ്പുറം ജില്ലയിലെ പാർട്ടി നേതാക്കന്മാർ പരമാവധി ഈ പാർട്ടി ഉണ്ടാക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. അവർ നിസ്സഹായരാണ്. ഇതൊക്കെ നേരെ ആകാശത്ത് കൂടെ പോവല്ലേ? ഇത് കൊണ്ടോട്ടിന്ന് ഇഷ്യൂ എന്ന് അറിയില്ലേ? മലപ്പുറത്ത് വന്നാൽ വളവൊക്കെ കയറിയിട്ട് പാർട്ടി ഓഫീസിനുള്ളിൽ കൂടെ നല്ലത് പോകുന്നത്. അങ്ങനൊന്നും അഭിപ്രായം എനിക്കില്ല, ഇല്ലാത്തത് ഞാൻ പറയില്ല. എന്തിനാണ് അവിടെ സ്വർണം കടത്തിയിട്ട് ഇവിടെ പൂരം കലക്കണമെന്ന്? പൂരം കലക്കാൻ ഇവിടെ തന്നെ പണി വേറല്ലേ? അതും ഇതൊക്കെ എന്തിനാ കൂട്ടിക്കെട്ടണം? ഒരാവശ്യമില്ല മനസ്സിലായി. നിയമസഭയിൽ ഉണ്ടെങ്കിലല്ലേ നമ്മൾ നിയമസഭയിൽ പോയി നടക്കുന്നത്. ഇനി ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഇന്നേ ദിവസം വ്യാഴാഴ്ച അല്ലല്ല ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, ഞായറാഴ്ച ഞാനൊരു പൊതുസമ്മേളനം വിളിക്കുന്നുണ്ട് നിലമ്പൂർ. പൊളിറ്റിക്കൽ നമ്മളെ ജനങ്ങളോട് പറയണല്ലോ, ആ ജനങ്ങളാണ് ഈ 3 അക്ഷരമുള്ളതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. അത് ഈ ജനങ്ങളും പാർട്ടി തന്ന അംഗീകാരമാണ്. അപ്പൊ ഞാൻ ഈ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ ജനങ്ങളോട് പറയേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് പറയും. ഒരു മിനിറ്റ്, ഒരു സാധു കുറെ നേരമായി അവിടെ. അല്ലല്ല, അത് അന്ന് ADGP സാജൻ സ്കറിയ വിഷയത്തിൽ ADGPയും എന്താ പറയാ അജിത് കുമാറും ഈ ചങ്ങാതി എന്താണ് പി ശശി, ഇവർ രണ്ടും കൂടി ഇത് അട്ടിമറിച്ച ആ രൂപ ഞാൻ CM-ന് വിവരിച്ചു കൊടുത്താണ്. ഡൽഹിയിൽ ഇവർ രക്ഷപ്പെടാൻ വഴിയൊരുക്കിയത്. അപ്പോഴാണ് ഇങ്ങനെയൊക്കെ എന്താ ചെയ്യാന്ന് പറഞ്ഞ ഒരു നിസ്സഹായാവസ്ഥ. നമ്മൾക്ക് ടീ പാർട്ടിയാണ് ചായണ്ട വരിക്കും ടീ പാർട്ടി നടത്തും. അല്ല, ഞാനിങ്ങനെ ചിരിച്ചൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് തോന്നുന്നു ഞാൻ ഭയങ്കര ഫ്രീ ആട്ടോ. സത്യത്തിൽ CM ആ സ്റ്റേറ്റ്മെന്റ് നടത്തുന്നവരെ എനിക്ക് ഭയങ്കര പ്രയാസമായിരുന്നു. കാരണം എൻ്റെ ക്യാപ്റ്റൻ അദ്ദേഹമാണല്ലോ, അദ്ദേഹം ആൾറെഡി ഹാൻഡിക്യാപ്ഡാണ്, ക്യാപ്റ്റനാണ്. അദ്ദേഹത്തെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടായിരുന്നു ഞാൻ നിങ്ങളോട് ഈ മുഴുവൻ സമരം ചെയ്തിരുന്നത്. എൻ്റെ കൈ രണ്ടും ബന്ധിതമായിരുന്നു. കാരണം ഈ സാധുവിനൊന്നും പറ്റരുത്, എന്നാൽ പി ശശി തെറിക്കണം, പോലീസിന് ഈ സംവിധാനം മാറണം, പാവപ്പെട്ട സഖാക്കൾക്ക് പൊതുസമൂഹത്തിനും നാട്ടിൽ നടക്കാനുള്ള അവസ്ഥ ഉണ്ടാവണം, എന്നാൽ ഈ സാധുവിനൊന്നും പറ്റരുത്. ഞാൻ അദ്ദേഹത്തെ വാരിപ്പുണർന്ന് രക്ഷിച്ചാൽ പോയിരുന്നത്. ഞാനും വിചാരിച്ചു അത് തന്നെയാണ്. പക്ഷേ അതങ്ങോട്ട് വിട്ടപ്പോണ്ടല്ലോ, അങ്ങനെ പറക്കുകയാണ് ഞാൻ ഭൂമി കൂടെ. എനിക്ക് ഫ്ലൈങ് അത് കിട്ടൂലല്ലോ. ആ തമാശ കണ്ടില്ലേ? അതാ ഞാൻ പറഞ്ഞത്, ഇവരുടെ നെക്സസിന്റെ കോലം. ഇവിടെ ഒരു സാധു ലീഗിന്റെ നിയോജക മണ്ഡലം പ്രസിഡന്റ് PV അൻവറിനെ ഞങ്ങൾ ലീഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ കുറേ ലീഗുകാർ കൈയടിച്ച്, മനസ്സിലായോ, അൻവറാക്ക പറ്റെന്നൊക്കെ പറഞ്ഞിട്ട്. എന്തിനാ മനസ്സിലായോ? അപ്പോൾ അവിടുന്ന് ലീഗിന്റെ വലിയൊരു നേതാവ്, അൻവറിനെ ഞങ്ങൾ എടുക്കൂല. അപ്പോൾ ലീഗ് തട്ടിയോ? അപ്പോൾ അപ്പുറത്ത് കോൺഗ്രസ്, കാര്യം എന്തായാലും പഴയ കോൺഗ്രസ് അല്ലേ, അൻവറാക്കനെ ഞങ്ങൾ സ്വീകരിക്കും. അപ്പോൾ ഹസൻ സാഹിബ് എവിടുന്ന് തിരുവനന്തപുരത്ത്, അൻവറിനെ ഒരു കാരണവശാലും കോൺഗ്രസ് കളിപ്പിക്കൂല. അപ്പോൾ കോൺഗ്രസും തട്ടി, ഇവിടെ CPM തട്ടു. അല്ല, അപ്പൊ ഈ സാധു അങ്ങോട്ടാ പോവാ? മനസ്സിലായ? ഒരു മിനിറ്റ്, ഇതാണ് നെക്സസ്. ദാറ്റ് ഈസ് ആൾസോ അനദർ ഓപ്പറേഷൻ. ഒരു കാര്യം ഒരു മനസ്സിലായില്ല, ഞാൻ ഈ പറയുന്ന ഒരാളുടെ ഊരമലല്ല ഞാൻ ഇരിക്കുന്നത്, മനസ്സിലായില്ല? ആ ഊര കണ്ടിട്ടല്ല ഞാൻ നടക്കുന്നത്. ഞാൻ ഈ നാട്ടിലെ സാധാരണ മനുഷ്യരെയും ഈ സഖാക്കളെയും കണ്ടിട്ടാണ് നടക്കുന്നത്. അപ്പം അതിൽ ഏത് ഊരമ ഞാൻ കയറണം
ഞാൻ കയറുകയാണെങ്കിൽ ഈ നാട്ടിലെ ജനങ്ങളുടെ ഊരമലേ കയറുള്ളൂ. ഈ പറഞ്ഞവരുടെ ഊരമ കയറാൻ ഇതിനേക്കാൾ നല്ലൊരു സാധനമൊന്നും അല്ലതൊന്നും. മനസ്സിലായില്ലേ? അപ്പൊ അതാണ് നെക്സസ്. മനസ്സിലായില്ലേ? മുസ്ലിം ലീഗിലേക്ക് പോകില്ല, കോൺഗ്രസിലേക്ക് പോകില്ല, ആ പൊതുപ്രവർത്തനം അവസാനിക്കാനും കഴിയില്ല. അപ്പൊ പിന്നീട് എന്താണ് ഈ പുതിയ പാർട്ടിയാണോ എന്താണ്? ഞാൻ പറഞ്ഞേ കയറെടുക്കുക. നമ്മളിപ്പോഴും പൂർണ്ണ സ്വാതന്ത്ര്യമല്ലേ? പണ്ടും പൂർണ്ണ സ്വാതന്ത്ര്യമാണ്. ഇത്രയും ആരോപണങ്ങൾ ഉന്നയിച്ചിട്ട് ഇനി എങ്ങനെയാണ് ആ മുഖ്യമന്ത്രിക്കൊപ്പം നിയമസഭയിൽ ഇരിക്കാൻ താങ്കൾക്ക് കഴിയും? ഓലക്കാട്ടിൽ ഉളുപ്പിലായിരിക്കും. എനിക്കെന്താ പ്രശ്നം? എനിക്കെന്താ ഉളുപ്പേട്? ഞാൻ ഇരിക്കും. അല്ല, അത് കക്ഷിയൊക്കെ വിടുന്നു. എനിക്കവിടെ ഇരിക്കാൻ എന്താ കുഴപ്പം? എന്താണ് MLA സ്ഥാനം? അല്ലല്ല, ഒറ്റ മിനിറ്റ്. ഞാൻ എന്താ അരുൺ ചോദിച്ചത്? MLA സ്ഥാനം രാജിവെക്കുന്നോ? എന്താ വാട്ട് ഈസ് യുവർ ക്വസ്റ്റ്യൻ? രാജിവെക്കുന്നല്ല ചോദ്യം. പൊട്ടനാണ് പിരാന്തൻ. മനസ്സിലായോ? ആ പിരാന്തൻ എനിക്കില്ല. ഈ 3 അക്ഷരം ജനങ്ങൾ തന്നാ അതിന് ആ പൂതി വെച്ച് ആരും നിൽക്കണ്ട. മരിച്ച് വീണ വരെ ഈ 1.25 കൊല്ലം ഞാൻ ഉണ്ടെങ്കിൽ MLA ആവും. അല്ല, അതിന്റെ അടിയിൽ പറഞ്ഞ സംബന്ധിച്ച ഓക്കെ. അപ്പം MLA ഇപ്പൊ രാജിവെക്കും, MLA ഇപ്പൊ രാജിവെക്കും വെച്ചിട്ട് ആരും ആ പൊളി പിന്തുണച്ച്